Hello, my dear students. How are you all? Hope you all are fine, well, okay. Children, we just finished our Malayalam. എല്ലാവർക്കും അത് ക്ലിയർ അല്ലേ? നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ നന്നായിട്ട് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണണം. പിന്നെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. Okay, so now we are going to start our philosophy class again. So we just finished our second lesson. I know 32 points are there, so I think we no need to discuss that points again. So we already in our previous classes we discussed the same content. So no, it's waste of time. നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് കണ്ടന്റ് ആണ് അവിടെ പ്രധാനം. അത് നിങ്ങളുടെ യു ക്യാൻ എക്സ്പ്രസ് ദ ആൻസർ ഇൻ യുവർ ഓൺ വേർഡ്സ്. അതാണ് നമുക്ക് വേണ്ടതും. നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അത് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. Okay, students. Now we are going to start our third lesson. It's multiple meanings of development. Multiple meanings of development. In our last classes, we discussed about the different types of developments happened in childhood days, early childhood days. Okay, എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് കിഡ്സിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? വളർച്ചാ വികാസത്തിന്റെ പലതരം ഗുണങ്ങൾ എന്ന് നമുക്ക് പറയാം. ഏതൊക്കെ മേഖലകളിലാണ് ഈ ഒരു വളർച്ചാ വികാസങ്ങൾ പ്രതിഫലിക്കുന്നത്? അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ നോക്കുന്നത്. സോ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾ കുറച്ച് ഫെമിലിയർ ആയിരിക്കണം. ഞാൻ വായിക്കുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിൻ കണ്ണിനൊക്കെ തോന്നാം. പക്ഷെ നിങ്ങൾ മൊബൈലിൽ അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്ട്രെയിൻ ഒന്നും ഈ ഒരു വായിക്കുന്ന സമയത്ത് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഒരു എക്സാം കഴിയുന്നവരെ പ്രയോറിറ്റി എന്തിനു കൊടുക്കുക? പഠിത്തത്തിന് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് വായിച്ചു നോക്കുക. വായിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക? ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഓക്കെ, so we are moving to our third chapter. It's multiple meanings of development. It's multiple meanings of development means what, children? Multiple meanings of development means വളർച്ചാ വികാസത്തിന്റെ പലതരം ഗുണങ്ങൾ. വളർച്ചാ വികാസത്തിന്റെ പലതരം ഗുണങ്ങൾ. Okay, so when speaking of child development usually means some sort of changes, but it is often unclear about the sort of change that it means. അതായത് ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഈ ഒരു വളർച്ചാ വികാസം നമ്മൾ എല്ലായ്പ്പോഴും ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും പലതരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും അത് ഏത് തരത്തിൽപ്പെട്ട ചേഞ്ച് ആണ് എന്നുള്ളത് പറയുന്നില്ല. അത് സോർട്ട് എന്ന് പറഞ്ഞ ഒരു ഇനം തരം തിരിക്കൽ എന്നൊക്കെയാണ്. സോർട്ട് ചെയ്ത് വെക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഓരോ ടൈപ്പായിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് വെക്കില്ലേ? സോർട്ട് ചെയ്യുക. ഓക്കെ, ആ മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. അത് ഏത് തരത്തിൽപ്പെട്ട ഡെവലപ്മെന്റ്സ് എന്നുള്ളതൊന്നും പറയുന്നില്ല. അത് അല്ലെങ്കിൽ അതൊരു അവ്യക്തമാണ് എന്നാണ് പറയുന്നത്. ടൈം it point to quantitative variation among individuals or refer to simple comparison of older and younger children. Transformation seems to be what is meant. For example, when we say that during the preschool years children become able to tell imaginary story, highlighting the fact that they could not do so ഫോർമലി. അതായത് നമ്മൾ പറയുന്നുണ്ട് ചെറിയ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ചെറിയ ഈ ഒരു കുട്ടികളിൽ നിന്നുള്ള ഓരോ പ്രായത്തിലും അതിൻ്റെതായ ട്രാൻസ്ഫോർമേഷൻ കുട്ടികളിൽ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ചെറിയ ക്ലാസ്സിൽ എന്താണ് അവർ ഇമാജിനറി സ്റ്റോറീസ് നമ്മളോട് വന്ന് പറയില്ല. ഇമാജിൻ ചെയ്ത പല കാര്യങ്ങളും നമ്മളോട് പറയും. പക്ഷെ അത് വലുതാകും തോറും അത് കുറഞ്ഞു വരുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ambiguous എന്ന് പറഞ്ഞാൽ എന്താ? അവ്യക്തം. ambiguous, AMBIGUOUS. ambiguous എന്ന് പറഞ്ഞാൽ എന്താണ്? അവ്യക്തം. അത് എന്താണ്? അവ്യക്തമാണ് about the purpose or function of developmental changes in children. അതായത് കുട്ടികളിലെ പേർപ്പസ് ഇല്ലേ? അതായത് ഈ ഒരു ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഏത് തരത്തിൽ പ്രവർത്തിക്കണം, ഏത് തരത്തിൽ ഫംഗ്ഷൻ, അതായത് ഏത് തരത്തിലാണ്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണ്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഏത് തരത്തിലായിരിക്കണം, ഡെവലപ്മെന്റ്സ് ഏത് തരത്തിലായിരിക്കണം എന്നുള്ളത് എന്താണ്? ഇപ്പോഴും അവ്യക്തമാണ്. In some context, we seem to be concerned with the instrumental aspect of development. It's impact the rest of us. We study changes in skill. അതായത് നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെന്റൽ ആസ്പെക്ട്, അതായത് ഇൻസ്ട്രുമെന്റൽ ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾക്ക് കുറച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെ സ്കിൽസ് ആണ്? സ്റ്റഡി ചേഞ്ചസ് ഇൻ സ്കിൽസ്. വി സ്റ്റഡി ചേഞ്ചസ് ഇൻ സ്കിൽസ്. കുട്ടികളുടെ കഴിവിൽ വ്യത്യാസം വരുന്നുണ്ട്. ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റ്, ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നുണ്ട്. കൺസെപ്റ്റ് ടു ലേൺ how and why a child
can fit in socially or remains an outcast. അതായത് എന്തുകൊണ്ടാണ് ഒരു സോഷ്യൽ ബീയിങ് ആണ് ഹ്യൂമൻ എന്ന് പറയുന്നത്, അത് എന്തുകൊണ്ട് നിലനിന്ന് പോകണു, അല്ലെങ്കിൽ an outcast പുറത്താക്കപ്പെടുക, becomes fair minded or dishonest in dealing with others. ന്യായമായ ചിന്താഗതിക്കാരനാവുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ഇൻ ഡീലിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഡിസോണസ്റ്റ്. അതായത് ഓരോ വ്യക്തിയിലുള്ള വ്യത്യാസം പറയുന്നത്, ഒരാൾ നല്ല സ്വഭാവമായിരിക്കും, ഒരാൾ മോശം സ്വഭാവമായിരിക്കും, ചിലവർ സോഷ്യലി നന്നായിട്ട് മിങ്കിൾ ചെയ്ത് പോകും, ചിലവർ എന്താണ് അത് എന്താ പറയുക ഔട്ട്കാസ്റ്റ് ആയിട്ട്. ഔട്ട്കാസ്റ്റ് പറഞ്ഞാൽ എന്താ, ആ ഒരു കൂട്ടത്തെ കൂടാതെ വേറിട്ട് നിൽക്കില്ലേ, അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ what we are talking about when we say, for example, the developmental phonetic decoding skills allow a young child to succeed in first grade. അതായത് എല്ലാ കുട്ടികളും ഡെവലപ്മെന്റ് ഫോണമിക്, അതായത് ഡെവലപ്പിംഗ് ഫോണമിക് ഡീകോഡിംഗ് സ്കിൽ, അതായത് കുട്ടികൾക്ക് ഈ അക്ഷരങ്ങൾ കുട്ടികൾ ആദ്യം പഠിക്കുന്നുണ്ട്, ഇതിനെ ഡീകോഡ് ചെയ്തിട്ട് CAT ആണ് ക്യാറ്റ്, RAT ആണ് റാറ്റ്, MAT മാറ്റ് എന്നുള്ളത് ഡീകോഡ് ചെയ്തിട്ട് അവർ പഠിച്ച് അവർ ആ ഇത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്താണ് അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പാസ്സായി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. റീഡിംഗ് ഈസ് ഫോംഡ് ഇൻ ദിസ് സെന്റൻസ് ആസ് എ ടെക്നിക്കൽ സ്കിൽ റെലവെന്റ് ഫോർ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു അതർ purposes. അതായത് ഇത് പിന്നീട്, അതായത് അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ അവര് എന്തായി, ആ ഒരു പ്രായത്തിന് വേണ്ടി ഡെവലപ്മെന്റ്സ് ആ കുട്ടിയിൽ സംഭവിച്ചു. ഫെർദർ ആയിട്ട് അവർ സ്റ്റോറി എഴുതാൻ തുടങ്ങും ഈ അക്ഷരങ്ങൾ വെച്ചിട്ട്, അല്ലേ. അവർ ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു ബേസിൽ നിന്നും എന്താ ഇവിടെ പറയുന്നത്, ഡെവലപ്മെന്റ് സംഭവിച്ചു. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഡെവലപ്മെന്റ് സംഭവിച്ചു. അക്ഷരങ്ങൾ കൂട്ടി വെച്ചിട്ട് വാക്കുകളാക്കുന്നു, വാക്കുകളിൽ നിന്നുമാണ് പിന്നീട് എന്താണ് ഒരു തരത്തിലുള്ള സ്റ്റോറി എഴുതുന്നത്. പിന്നെ നമുക്ക് കുറച്ച് എങ്ങനെയാണ് കുട്ടികളിലുള്ള ഡെവലപ്മെന്റ്സ് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചില ഇൻസ്ട്രുമെന്റൽ ഫാക്ട്സ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ബിഹേവിയറൽ കാര്യങ്ങൾ, സ്കിൽസ്, കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്കിൽസ്. ഇപ്പൊ ഈ ഒരു അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് വാക്കുകൾ നിർമ്മിക്കുക എന്നുള്ളത് ഒരു ലേണിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്തതിന്റെ ലക്ഷണമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? പിന്നെ നമ്മുടെ പിയാജെറ്റിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലെസണിലോ സെക്കൻഡ് ലെസണിലോ, ഐ തിങ്ക് സോ. പിയാജെറ്റ് ഈ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു ചിന്തകന്മാരില്ലേ, വിദ്യാഭ്യാസ ചിന്തകന്മാര്, സയന്റിസ്റ്റ്, സൈക്കാട്രിസ്റ്റും, അവരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, 4 years old children need for make believe in is so strong that they will use almost anything as a prop. അതായത് അവർക്കുള്ള മേക്ക് ബിലീഫ് ആ ഒരു പ്രായത്തിലാണ് ഒരു അടിത്തറ വരുന്നത്. കാര്യങ്ങളുമെല്ലാം വളരെയധികം മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു നെടുന്തൂൺ പോലെ കൊണ്ടുപോകുന്നതും ഈ ഒരു പ്രായത്തിൽ മനസ്സിലാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രീ സ്കൂളിലുള്ള കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നത്. ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് അസിമിലേഷൻ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പറയുന്നത്, അസിമിലേഷൻ അബൌട്ട് ചിൽഡ്രൻ ബീയിങ് ദംസെൽസ്. എങ്ങനെ ഒരു കുട്ടികളായി തന്നെ കൊണ്ടുപോകാം, അവരുടെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണം. ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ ഒന്നും വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫ് വേർഡ്സോ കാര്യങ്ങളോ മനസ്സിലാവുക ഉണ്ടായെന്ന് തോന്നും, പക്ഷെ ഇത് ഇത്രയേ ഉള്ളൂ. പണ്ടത്തെ കാര്യങ്ങളിൽ നമ്മൾക്ക് ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമെങ്കിലും അത് ഏത് തരത്തിൽപ്പെട്ട ചേഞ്ചസ് ആണോ കാര്യങ്ങളാണ് എന്നൊന്നും വ്യക്തമല്ല. പലപ്പോഴും എന്താണ് അവ്യക്തമാണ് സോർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓരോ ട്രാൻസ്ഫോർമേഷനും ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ഒക്കെ ഒരു ആംബിക്യൂസ്. അത് ആംബിക്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, അവ്യക്തമാണ്. ഓരോ പേഴ്സണും ഡിഫറെന്റ് അല്ലേ, സോ അവരിൽ വരുന്ന ഡെവലപ്മെന്റ്സ് ആയാലും കാര്യങ്ങളും ഒക്കെ അവ്യക്തമാണ്. അപ്പൊ നമ്മളൊരു ഇൻസ്ട്രുമെന്റൽ മെഷേഴ്സ് എന്നുള്ള രീതിയിൽ സ്കിൽസ് ആയാലും, പിന്നെ എന്താണ് ബിഹേവിയറൽ, ഒരു ചില വ്യക്തി എന്താ സോഷ്യലി മിങ്കിൾ ചെയ്യാൻ ഇഷ്ടപ്പെടും, ചില കുട്ടികൾ ഔട്ട്കാസ്റ്റിംഗ് ആയിരിക്കും, പുറമെ കൂട്ടത്തിൽ കൂടില്ല. ചിലവരെന്തായിരിക്കും നല്ല രീതിയിൽ പെരുമാറും, ചിലവരെന്തായിരിക്കും എന്ത് മൈൻഡഡ് എന്നാ പറയുന്നത്, ഫെയർ മൈൻഡഡ് ആയിരിക്കും, ന്യായമായ ചിന്താഗതിക്കാരനായിരിക്കും, ചിലവരെന്തായിരിക്കും ഡിസോണസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇത്തരം വേർഡ്സ് ഒക്കെ ഫെയർ മൈൻഡഡ്, ഡിസോണസ്റ്റ്, ഔട്ട്കാസ്റ്റ്, ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, ദെൻ എന്തായിരിക്കും പിന്നെന്താ പറയുന്നത്, ഓരോ ഡെവലപ്മെന്റ്സും വി സീംസ് ടു കൺസേൺഡ് വിത്ത് ഹൗ ഡെവലപ്മെന്റ് എക്സ്പ്രസ് ഓർ എനാക്ട് ദ നേച്ചർ ഓഫ്. നമ്മൾ എന്താ നോക്കുന്നത്, എങ്ങനെയാണ് ഒരു കുട്ടിയിലെ
ഡെവലപ്മെന്റ്സ് വരുന്നത്, അതെങ്ങനെയാണ് എനാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അസിമുലേഷൻ ആണ് ഇവിടെ നമ്മൾ ടീച്ചറായിട്ട് നോക്കാൻ പോകുന്നത്. ക്ലിയർ? Such multiplicity of meanings creates both confusion and enrichment in research on child development and in the practice of early childhood education. അതായത് ഇത്തരത്തിലുള്ള മൾട്ടിപ്ലിസിറ്റി ഓഫ് മീനിങ്സ്, അതായത് പലതരത്തിലുള്ള കാര്യങ്ങളാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതുള്ളത് ചിലത് കൺഫ്യൂഷന് കാരണമാവുന്നുണ്ട്, ചിലത് എന്താണ് അതിന്റെ ഒരു എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വികസനത്തിനും വളർച്ചയ്ക്കും ഒക്കെ കാരണമാവുന്നുണ്ട്. സോ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇൻ ദ പ്രാക്ടീസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ഇത് ഈ ഒരു റിസർച്ചിന്, ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന്റെ റിസർച്ചിന് ഇതൊക്കെ ഈ ഒരു പലതരത്തിലുള്ള ഈ ഒരു എന്താ പറയുക പഠനത്തെ, കുട്ടികളുടെ വളർച്ച വികസനത്തിന്റെ ഡെവലപ്മെന്റ്സ് പലതരത്തിലാണ് എന്ന് പറയുന്നില്ല. അത് നല്ലതുമാണ്, കൺഫ്യൂഷനും ഉണ്ടാക്കുന്നുണ്ട്, എൻറിച്ച്മെന്റിനും കാരണമാവുന്നുണ്ട്. In this chapter, try to minimize the former and enhance the latter by being as. അതായത് ഈ ഒരു നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പാരഗ്രാഫിൽ ഇത്രേ പറയുന്നുള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഈ ഒരു വളർച്ചാ വികാസം ഡെവലപ്മെന്റ്സ് ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്. As it happens, most developmental changes, including cognitive ones in young children, are developmental in more than one way. Children's parental play, for example, shows both individual, അതായത് കുട്ടികളുടെ പാരന്റൽ പ്രിറ്റൻഡഡ് പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോറി, പാരന്റൽ അല്ല, പ്രിറ്റൻഡഡ്. ഈ പ്രിറ്റൻഡഡ് പ്ലേ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇത് തന്നെ എന്താ പറയുക, അച്ഛനമ്മയായിട്ട് കളിക്കും, ഡോക്ടറായിട്ട് കളിക്കും, ടീച്ചറായിട്ട് കളിക്കും. അപ്പോൾ എന്താണ് അവിടെ ഡെവലപ്മെന്റ്സ് ആണ് സംഭവിക്കുന്നത്. കുട്ടികളെ പലതരം കാര്യങ്ങൾ പഠിച്ചെടുത്തത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എഡ് റിസർച്ച്, അതായത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് എത്തരത്തിലാണ് ഡെവലപ്മെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ ചിൽഡ്രൻസിൻ്റെ കുട്ടികളുടെ പ്രിറ്റൻഡഡ് പ്ലേനെ കുറിച്ച് പറഞ്ഞു അല്ലേ. കുട്ടികൾ ഓരോരുത്തരായിട്ട് കളിക്കുന്നത്, നമ്മളിതൊക്കെ എവിടെയോ പറഞ്ഞ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു ലെസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആസ് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് നോ, പ്രീ സ്കൂൾ ചിൽഡ്രൻ എൻഗേജ് ഇൻ എ ലോട്ട് ഓഫ് പ്രിറ്റൻഡഡ് പ്ലേ. നമുക്ക് പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ അറിയാം, പ്രീ സ്കൂൾ കുട്ടികൾ എന്താണ് കുറേ ടൈം ഈ ഒരു പ്രിറ്റൻഡഡ് പ്ലേയിലേക്ക് വേണ്ടിയിട്ട് എൻഗേജ്ഡ് ആണ്. ഒരു ക്യാരക്ടറായിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ് അവരുടെ. അറ്റ്ലീസ്റ്റ് ഇൻ മിഡിൽ ക്ലാസ് മോഡേൺ സൊസൈറ്റി, അതായത് അറ്റ്ലീസ്റ്റ് മിഡിൽ ക്ലാസ് വരെ ഒക്കെ ആകുമ്പോൾ കള്ളനും പോലീസും കളി ഒക്കെ കണ്ടിട്ടില്ലേ കുട്ടികളുടെ ഇടയിൽ. Yet, even though play often has a distinctly social flavor, it seems to build distinctly cognitive skill and may thus constitute a bridge between the social world and more individualistic world of cognitive skill. അതായത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നമുക്ക് ഓർമ്മയുണ്ടോ, നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക, പ്രിറ്റൻഡ് ചെയ്തിട്ട് ഒരാളാണ് എന്നുള്ളത് സങ്കല്പിച്ച് കളിക്കുമ്പോൾ ആ രീതിയിലുള്ള അവരുടെ പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറായിട്ട് കളിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് വേണം, ഏതൊക്കെ റൂംസ് വേണം, അതായത് കൺസൾട്ടിങ് റൂംസ് വേണം, ഓപ്പറേഷൻ തിയേറ്റർ വേണം, അത്തരത്തിലൊക്കെ കുട്ടികൾ മനസ്സിലാക്കും, പുതിയ പുതിയ ടേംസൊക്കെ മനസ്സിലാക്കും. ഒരു ടീച്ചറായിട്ട് പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു സംഭവം പഠിപ്പിച്ചു കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ആ പഠിപ്പിക്കുന്ന കുട്ടികളിലും പഠിക്കാൻ കുട്ടികളായിരിക്കുന്ന കുട്ടികളിലൊക്കെ തറോ ആവുന്നുണ്ട്. പുതിയ പുതിയ ടേംസ് അവരിലേക്ക് വരുന്നുണ്ട്, അവർ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് ചുറ്റുപാടും. അതൊക്കെ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നുണ്ട്, പലതരത്തിലുള്ള സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. For this purpose, play involves presence pretense in especially important for cognition. Pretense affect thinking in 3 ways. Pretense എന്നുള്ളത് important for pretense ആ ഒരു ടേം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. Pretense is especially important for cognition. Cognition എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഈ ഒരു കോഗ്നിഷൻ ചേഞ്ചസിന് വേണ്ടിയിട്ട് pretense എന്നുള്ളത് ആ ഒരു ടേം play involving pretense is especially important for cognition. Pretense affect തിങ്കിങ് ഇൻ 3 ways. ഈ പ്രീടെൻസ് എന്ന് പറയുന്ന കുട്ടികളിൽ 3 തരത്തിലുള്ള തിങ്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ നോക്കാം. ബൈ ഇറ്റ്സ് എഫക്റ്റ് ഓൺ റീഡിങ് അതേഴ്സ് ഇൻറ്റൻഷൻ, മറ്റുള്ളവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ബൈ ഇറ്റ്സ് എൻകറേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ റെഫറൻസിങ്ങിന് കാരണമാവുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് സോഷ്യൽ റെഫറൻസിങ്ങിൻ്റെ എന്താ പറയുക ഇംപ്രൂവ്മെൻറ്റിന് ഈ ഒരു പ്രീടെൻസ് കാരണമാവുന്നുണ്ട്. ആൻഡ് ബൈ ഇറ്റ്സ് റിക്വയർമെൻറ്റ് ഓഫ് ഡിസ്റ്റിങ്വിഷിങ് ബിറ്റ്വീൻ
ദ റിയൽ ആൻഡ് ദ ഇമാജിനറി, റിയൽ ആയിട്ടുള്ള ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ വിലയിരുത്താൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും പ്രീറ്റൻസ് എബിലിറ്റി ഈ ഒരു 3 രീതിയിലും കുട്ടികളെ സഹായിക്കുന്നുണ്ട്. എക്സാക്ട്ലി how these rather social looking skills involve with a child and how they are supported by the child's world is not always clear from existing research, but several possible hypotheses and interpretations exist. ഞാനിവിടെ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ചിൽഡ്രൻസ് പ്രിറ്റൻഡഡ് പ്ലേ ആൻഡ് തിങ്കിങ് എന്ന് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു കുട്ടി ഒരു ക്യാരക്ടറുമായിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് അഭിനയിച്ച് കളിക്കുമ്പോൾ പലതരത്തിലുള്ള എബിലിറ്റീസും അവന് കിട്ടുന്നുണ്ട്, പലതരത്തിലുള്ള എബിലിറ്റീസും കിട്ടുന്നു. അതായത് ഒരു ഡോക്ടറായി കളിക്കുമ്പോൾ പലതരം ടേംസ്, ഹോസ്പിറ്റൽ റിലേറ്റഡ് ടേംസ് പഠിക്കുന്നുണ്ട്. പോലീസ് ആകുമ്പോൾ അത്തരത്തിലുള്ള ടേംസ് മാത്രമല്ല, ചുറ്റുപാടും ഒബ്സർവ് ചെയ്യാൻ അവർ പഠിക്കുന്നുണ്ട്. ഈ ഒരു പ്രീടെൻസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ കോഗ്നിഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ 3 രീതിയിൽ ഏതൊക്കെയാണ് പ്രീടെൻസ് എഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളുടെ തിങ്കിങ്ങിനെ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പറയാൻ ഒരു കുക്കായിട്ട് കളിക്കുമ്പോൾ എന്തായിരിക്കും റിയൽ ആയിട്ട് ഫുഡ് കുക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കട്ടിങ്ങുമായാലും ആ ഒരു ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ അവിടെ കാരണമാവുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു PDF ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയത് ചുറ്റുപാടുകളെ അറിയാനും ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുമാണ് ഈ ഒരു പ്രിറ്റൻഡഡ് പ്ലേ കുട്ടികളെ സഹായിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ ഒരു രീതിയിൽ നിങ്ങളിത് പ്രസൻറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഓൺ വേയിൽ ഇത് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ സോഷ്യൽ റെഫറൻസിങ് വരുന്നുണ്ട്. സോഷ്യൽ റെഫറൻസിങ് ഇന്നിപ്പോൾ കുറേ ക്ലാസ് എടുത്തു. സോഷ്യൽ റെഫറൻസിങ്ങും മറ്റു കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.